അന്നേരം നമ്മള് മഴ പഠിച്ചില്ലയോ? അന്നേരം നമ്മള് മഴ പെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴത്തില്ലേ? അന്നേരം മഴ പെയ്യുമ്പോൾ നമ്മൾ ദേഹത്ത് വെള്ളം വീഴാതിരിക്കാൻ പുറത്തിറങ്ങുമ്പോൾ എന്തായിരുന്നു പിടിക്കുന്നേ? കുട. എന്തോ പിടിക്കുന്നേ? കുട. അല്ല, ആ കുടയാണ്. പെൻസിൽ നേരെ പിടിക്കണം, പെൻസിലിന്റെ മുന കണ്ടിക്കൊള്ളരുത്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പെൻസിൽ എങ്ങനെ പിടിക്കണ്ടേന്ന്. അന്നേരം ആ കുട കണ്ടോ? ആ കുടയുടെ പടമാണ് നമ്മുടെ പുസ്തകത്തിൽ. കണ്ടോ? എല്ലാരും കുട കണ്ടോ? എല്ലാരും കുട കണ്ടോ? ഇനി നമുക്ക് ഈ കുട ഇതിനടിയില് കുത്തുകളുണ്ട്. ഈ കുത്തുകൾ യോജിപ്പിച്ച് ഈ കുടയെ നമുക്ക് നേരെയാക്കാം. കണ്ടോ? നിങ്ങൾ നോക്കിക്കോണം. ടീച്ചറിന്റെ ബുക്കിലേക്ക് നോക്കണം. ടീച്ചർ ചെയ്യുന്ന നോക്കണം. സായിസ് ഇച്ചിരി മുന്നോട്ട് നോക്കളെ. അന്നേരം എല്ലാരും ടീച്ചറിന്റെ ബുക്കിലേക്ക് നോക്കേ. കുട കണ്ടോ? ടീച്ചറിന്റെ ബുക്കിലെ കുട കണ്ടോ? കണ്ടല്ലോ. മാമിക നോക്ക്, മാമിക ടീച്ചറിനെ നോക്ക്. അന്നേരം നമ്മളിതാ ഈ ഇടത്തു നിന്നും കണ്ടോ ഈ കുത്തുകൾ ഇങ്ങനെ യോജിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. അന്നേരം എല്ലാരും അതേണൊക്കെ പെൻസിൽ അതിനകത്തോട്ട് കൊടുക്കേ. ആ കുത്തിലേക്ക് തൊട. എല്ലാരും പെൻസിൽ ആ കുത്തിലേക്ക് തൊട. പതുക്കെ പതുക്കെ അവിടെ സായിസ് അവിടെ നിന്ന് എടുക്ക്. ആ കുത്തുകൾ പയ്യെ പയ്യെ യോജിപ്പീര്. തടമനെയുള്ള പെൻസിൽ എടുക്ക്. പയ്യെ പയ്യെ അത് യോജിപ്പീര്. കണ്ടോ? എല്ലാരും യോജിപ്പീര്. അവിടെ യോജിപ്പിച്ചിട്ട് യോജിപ്പിച്ചിട്ട് ഇനി ആ പെൻസിലോട് കുത്തി വരയ്ക്കരുത്. കണ്ടോ? കണ്ടോ? എല്ലാരും കുത്തുകൾ അങ്ങനെ യോജിപ്പിക്കണേ. കുടയായുണ്ടോ? കണ്ടോ? അത് കുടയായുണ്ടോ? കുടയ്ക്ക് പിടിയുണ്ട്. കണ്ടോ? നമ്മളെ കുത്തി കൂടെ യോജിപ്പിച്ച് കുടയായുണ്ട. കുട. എന്തുവല്ലേ? കുട. ഇനി ആ കുടയ്ക്ക് നമുക്ക് കളർ കൊടുക്കണം. അന്നേരം നമ്മള് മഴ പഠിച്ചില്ലയോ? അന്നേരം നമ്മള് മഴ പെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴത്തില്ലേ? അന്നേരം മഴ പെയ്യുമ്പോൾ നമ്മൾ ദേഹത്ത് വെള്ളം വീഴാതിരിക്കാൻ പുറത്തിറങ്ങുമ്പോൾ എന്തായിരുന്നു പിടിക്കുന്നേ? കുട. എന്തോ പിടിക്കുന്നേ? കുട. അല്ല, ആ കുടയാണ്. പെൻസിൽ നേരെ പിടിക്കണം, പെൻസിലിന്റെ മുന കണ്ടിക്കൊള്ളരുത്. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പെൻസിൽ എങ്ങനെ പിടിക്കണ്ടേന്ന്. അന്നേരം ആ കുട കണ്ടോ? ആ കുടയുടെ പടമാണ് നമ്മുടെ പുസ്തകത്തിൽ. കണ്ടോ? എല്ലാരും കുട കണ്ടോ? എല്ലാരും കുട കണ്ടോ? ഇനി നമുക്ക് ഈ കുട ഇതിനടിയില് കുത്തുകളുണ്ട്. ഈ കുത്തുകൾ യോജിപ്പിച്ച് ഈ കുടയെ നമുക്ക് നേരെയാക്കാം. കണ്ടോ? നിങ്ങൾ നോക്കിക്കോണം. ടീച്ചറിന്റെ ബുക്കിലേക്ക് നോക്കണം. ടീച്ചർ ചെയ്യുന്ന നോക്കണം. സായിസ് ഇച്ചിരി മുന്നോട്ട് നോക്കളെ. അന്നേരം എല്ലാരും ടീച്ചറിന്റെ ബുക്കിലേക്ക് നോക്കേ. കുട കണ്ടോ? ടീച്ചറിന്റെ ബുക്കിലെ കുട കണ്ടോ? കണ്ടല്ലോ. മാമിക നോക്ക്, മാമിക ടീച്ചറിനെ നോക്ക്. അന്നേരം നമ്മളിതാ ഈ ഇടത്തു നിന്നും കണ്ടോ ഈ കുത്തുകൾ ഇങ്ങനെ യോജിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. അന്നേരം എല്ലാരും അതേണൊക്കെ പെൻസിൽ അതിനകത്തോട്ട് കൊടുക്കേ. ആ കുത്തിലേക്ക് തൊട. എല്ലാരും പെൻസിൽ ആ കുത്തിലേക്ക് തൊട. പതുക്കെ പതുക്കെ അവിടെ സായിസ് അവിടെ നിന്ന് എടുക്ക്. കുത്തുകൾ പയ്യെ പയ്യെ യോജിപ്പീര്. തടമനെയുള്ള പെൻസിൽ എടുക്ക്. പയ്യെ പയ്യെ അത് യോജിപ്പീര്. കണ്ടോ? എല്ലാരും യോജിപ്പീര്. അവിടെ യോജിപ്പിച്ചിട്ട് യോജിപ്പിച്ചിട്ട് ഇനി ആ പെൻസിലോട് കുത്തി വരയ്ക്കരുത്. കണ്ടോ? കണ്ടോ? എല്ലാരും കുത്തുകൾ അങ്ങനെ യോജിപ്പിക്കണേ. കുടയായുണ്ടോ? കണ്ടോ? അത് കുടയായുണ്ടോ? കുടയ്ക്ക് പിടിയുണ്ട്. കണ്ടോ? നമ്മളെ കുത്തി കൂടെ യോജിപ്പിച്ച് കുടയായുണ്ട. കുട. എന്തുവല്ലേ? കുട. ഇനി ആ കുടയ്ക്ക് നമുക്ക് കളർ കൊടുക്കണം. 3 കളറാ ഉള്ളത്. എത്ര കളറുണ്ട്? 3 കളർ. 3 കളർ. എത്ര കളറുണ്ട്? 3 കളർ. അന്നേരം ആ വൃത്തത്തിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന കളർ ഏതാ? ചുവപ്പ്. റെഡ്. ചുവപ്പ്. ആ കുടയ്ക്ക് ആ വൃത്തത്തിന് പുറത്ത് നമ്മൾ അടിച്ച കളർ ഏതാ? യെല്ലോ. മഞ്ഞ. യെല്ലോ. മഞ്ഞ. പിന്നെ അതിന്റെ പിടിക്ക്, കുടയുടെ പിടി കണ്ടോ? പിടിക്കുള്ള കളറാണ് എന്ത്? കറുപ്പ്. ബ്ലാക്ക്. ബ്ലാക്ക്. കറുപ്പ്. ബ്ലാക്ക്. കറുപ്പ്. റെഡ്. ചുവപ്പ്. യെല്ലോ. മഞ്ഞ. ബ്ലാക്ക്. കറുപ്പ്. റെഡ്. ചുവപ്പ്.
യെല്ലോ മഞ്ഞ, ബ്ലാക്ക് കറുപ്പ്. കണ്ടോ? അന്നേരം ആ കുടയ്ക്ക് എത്ര കളറുണ്ട്? 3 കളർ. ഇനി അതിന്റെ താഴെ കുറച്ച് കുഞ്ഞു കുടകളുണ്ട്. എത്ര കുടകളുണ്ട്? കുഞ്ഞു കുടകളുണ്ട് അല്ലേ? ചെറിയ കുടകളുണ്ട്. എന്തൊരു കുടകളുണ്ട്? ചെറിയ കുടകൾ. നോക്കിക്കോ ഏതെല്ലാം കുടകളാണെന്ന് തൊട്ട് നോക്കേ. പട്ടിക്കുട, കാലംകുട, മുത്തുക്കുട, കോപ്പിക്കുട. ആയിഷ വലത് കൈയുടെ ചൂണ്ടുവിരൽ അത് തൊട്. വലത് കൈയുടെ ചൂണ്ടുവിരൽ. നിഹാരിക കളർ താഴെ വരും. എന്നിട്ട് വലത് കൈയുടെ ചൂണ്ടുവിരൽ എടുക്ക്. ചൂണ്ടുവിരലെടുത്ത് ഓരോന്ന് തൊട. പട്ടിക്കുട, കാലംകുട, മുത്തുക്കുട, കോപ്പിക്കുട. അങ്ങനെ ഈ വട്ടിക്കുട നമ്മൾ മഴ നനയാതിരിക്കാൻ ഉപയോഗിക്കും അല്ലേ? മഴ നനയാതിരിക്കാൻ ഉപയോഗിക്കത്തില്ലയോ? ഇത് വട്ടിക്കുട പണ്ടുള്ളവർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ ഈ കുടയില്ല അല്ലേ? ഇപ്പൊ ഇത് തൊപ്പി പോലെ പിടിയില്ലാതെ കാലില്ലാതെ നമ്മുടെ തലയിൽ തൊപ്പി പോലെ വെക്കും വട്ടിക്കുട. പിന്നുള്ളതാണ് ഈ പിടി വളഞ്ഞിരിക്കുന്ന കുടയാണ് ഇത് കാലൻകുട. അത് നമ്മൾ ഉപയോഗിക്കുന്ന കുടയല്ലയോ? ആന്നാ സൗരവേ? അത് നമ്മൾ ഉപയോഗിക്കുന്ന കുടയാണ്. ഇത് മുത്തുക്കുടയാണ്. ഈ മുത്തുക്കുട നമ്മൾ എവിടാ ഉപയോഗിക്കുന്നേ? മിടുക്കൻ. എവിടാ ഉപയോഗിക്കുന്നേ? ഉത്സവത്തിനൊക്കെ നമ്മൾ പിടിച്ചോണ്ട് പോകത്തില്ലേ? ആനയുടെ മുകളില് ഇരിക്കുന്നവര് പിടിക്കും. പിന്നെ നമ്മളല്ലാതെ ഘോഷയാത്രയായിട്ട് പോകുമ്പോ നമ്മൾ പിടിച്ചോണ്ട് പോകുന്ന കുടയാണ് ഇത് മുത്തുക്കുട. ഇത് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കോപ്പിക്കുട. അതിന്റെ മുഖം എങ്ങനെ ഇരിക്കുക? മുയലിന്റെ ചെവിയാ. എന്തൊരു ചെവിയാ? മുയൽ. കണ്ടോ? വികാരിക നേരി മുയൽക്കുടയാ അല്ലേ? അന്നേരം ഈ വട്ടിക്കുടയും കാലൻകുടയും ഈ കോപ്പിക്കുടയും മുയൽക്കുടയില്ലയോ? ഇതും ഈ 3 കുടയും നമ്മൾ ഉപയോഗിക്കുന്നത്. അന്നേരം ഇതിൽ ഉപയോഗിക്കാത്ത കുടയാണ് ഏത്? മുത്തുക്കുട. അന്നേരം ഇത്രയും 4 കുടയില് ഒറ്റയാനാണ് ഏത്? മുത്തുക്കുട. മുത്തുക്കുട നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ എവിടെ ഉപയോഗിക്കുന്നേ? അമ്പലത്തിൽ ഉത്സവത്തിന്, ഘോഷയാത്രയ്ക്ക്, ആനയുടെ മുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന കുടയാണ് ഇത് മുത്തുക്കുട.